ശ്രീ സിബി തീർച്ചയായിട്ടും സത്യൻ, ഇത് തന്ത്രപരമായ ഒരു നീക്കമായിട്ട് താങ്കൾ കാണുന്നുണ്ടോ കേന്ദ്ര സർക്കാരിന്റെ, അതോ ഒരു കീഴടങ്ങലാണോ? മഞ്ജുഷ, ഇതിന്റെ ഒരു തലക്കെട്ട് എങ്ങനെ വേണമെന്നുള്ളൊരു ഒരു ആലോചനയിലായിരുന്നു ഞാൻ. അതായത് ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗം ശുദ്ധീകരിക്കാനുള്ള പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെയും ചൈനയുടെയും ശ്രമങ്ങൾ വിജയം കണ്ടു എന്ന് പറയുന്ന ഒരു മുന്നിൽ ഇന്ത്യൻ സർക്കാർ മുട്ടുമടക്കി എന്ന മറ്റൊരു ഹെഡ്ലൈൻ ഉണ്ട്. അപ്പൊ ഇതിൽ ഏതായിരിക്കും ഇവരെ പോലുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം കഴിഞ്ഞ ഇത്രയും ദിവസം ഈ സമരം മൊത്തം വിദേശ പണം കൊണ്ട് നടത്തുന്നതാണ് എന്ന് ആരോപിക്കുകയും രാജ്യദ്രോഹികളെന്ന് ഈ സമരക്കാരെ വിളിക്കുകയും ചെയ്തവരാണിവർ. ഇപ്പൊ ഇവര് വന്നിരുന്നത് പറയുന്നത്, അതായത് രാജ്യത്ത് ഒരുപാട് സംഭവങ്ങൾ നടക്കാൻ പോകുന്നുണ്ട്, രാജ്യത്ത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ പോകുന്നുണ്ട്, പാർലമെന്റ് സമ്മേളനം നടക്കുന്നുണ്ട്, അപ്പൊ ഇതിനൊന്നും ബുദ്ധിമുട്ടുണ്ടാകാൻ, അതുപോലെ തന്നെ സമരം ചിലപ്പോൾ അക്രമാസക്തമാകാനായിട്ട് ആൾക്കാർ, അതുകൊണ്ട് സമരത്തിന്റെ ആ സാങ്ക്ടിറ്റി സംരക്ഷിക്കുന്നതിനായിട്ട് ഞാൻ രാജിവെച്ചൊഴിയുകയാണ് എന്ന് പറഞ്ഞ ഒരു മഹാനാണ് ധർമ്മേന്ദ്ര പ്രധാൻ എന്നൊക്കെയാണ് ഇവരിപ്പോ പറയുന്നത്. സത്യത്തിൽ ലജ്ജയില്ലേ ഇവർക്ക്? ഇതൊരു ഐതിഹാസിക സമരമാണ്. ഇതൊരു ഐതിഹാസിക സമരം എന്ന് ഞാൻ വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഇന്ത്യയിലെ ഒറ്റ പ്രതിപക്ഷ പാർട്ടികൾക്ക് പോലും ഏറ്റെടുക്കാനാവാത്ത അല്ലെങ്കിൽ കീഴടക്കാനാവാത്ത ഒരു സംഭവമാണ് ഈ ചെറുപ്പക്കാർ ചെയ്തിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാരിനെ മുട്ടുകുത്തിച്ചു, മന്ത്രിയെ രാജിവെപ്പിച്ചു, എന്ത് വന്നാലും രാജിവെക്കില്ല എന്ന് പ്രഖ്യാപിച്ച മന്ത്രിയെ രാജിവെപ്പിച്ചു, അവരുടെ മുഴുവൻ ഡിമാൻഡുകളും അംഗീകരിച്ചു. ഈ പറഞ്ഞ കുട്ടികൾക്ക് മരിച്ചുപോയ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഓരോ കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കാൻ അടക്കം, ഈ പറഞ്ഞതുപോലെ ഇവർക്കെതിരെ സമരക്കാർക്കെതിരെ കേസെടുക്കില്ല എന്നത് അടക്കം എല്ലാ ഡിമാൻഡുകളും അംഗീകരിച്ചുകൊണ്ട് ഒരു സമ്പൂർണ്ണ വിജയം ഈ കുട്ടികൾ നേടിയിരിക്കുകയാണ്. ഇതിനെ ഐതിഹാസികമെന്നല്ലാതെ മറ്റൊരു തരത്തിലും വിശേഷിപ്പിക്കാനില്ല. കാരണം കഴിഞ്ഞ 12 വർഷത്തെ സ്വേച്ഛാധിപത്യ ഭരണം, ഈവൻ കർഷക സമരം പോലും നമുക്കറിയാം. കർഷക സമരം മാസങ്ങൾ നീണ്ടു. ഇന്ത്യയിലെ ഒരു വിഭാഗപ്പെട്ട എല്ലാ കർഷകരും ഡൽഹിയിൽ അടിഞ്ഞുകൂടിയിട്ടും അവരെ ഖാലിസ്ഥാനികൾ എന്ന് വിളിച്ച്, ഖാലിസ്ഥാനി അറ്റാക്ക് എന്ന് വിളിച്ചിട്ട് അതിനെ അക്രമാസക്തമാക്കാനും ഒക്കെ സാധിച്ച് ഒരു പരിധിവരെ ആ ബില്ല് പിൻവലിക്കുക എന്നല്ലാതെ ആ സമരം ഒരു പൂർണ്ണ വിജയമെന്ന് നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല. പക്ഷെ ഈ പ്രക്ഷോഭം, CJP നടത്തിയ ഈ പ്രക്ഷോഭം, ഇത് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ എഴുതപ്പെടേണ്ട ഒരു പ്രക്ഷോഭമാണ്. കാരണം നമ്മൾ നോക്കുമ്പോൾ ഓരോ മനുഷ്യന്മാരെ, ഈ കുട്ടികള് അവർ നിന്നിട്ട് അടികൊള്ളുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഗാന്ധിയൻ മാർഗത്തിൽ നിന്ന് അടികൊള്ളുന്ന എത്രയോ കുട്ടികളുടെ വീഡിയോകൾ നമ്മൾ കണ്ടു. ഇനിയും അടിക്കൂ എന്ന് പറഞ്ഞിട്ട് അടികൊള്ളുന്നത്, ഇതൊരു വലിയ എന്താ പറയുന്നത്, ഒരു ടേണിംഗ് പോയിന്റ് ആണ് ഇന്ത്യയുടെ. താങ്കൾ പറയുന്ന വെച്ച് നോക്കുമ്പോൾ ഈ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു പരാജയം കൂടിയായിരിക്കും ഇത്, അല്ലെ? പ്രതിപക്ഷ പാർട്ടികൾ പരാജയപ്പെട്ടു എന്ന് ഞാൻ എത്രയോ ദിവസമായി പറയുന്നു. പ്രതിപക്ഷ പാർട്ടികൾ ഇവിടെ വന്ന് ഈ സമരത്തിനെ പിന്തുണച്ചു എന്നുള്ളത് മാത്രമാണ് അവരിനകത്ത് ചെയ്ത ഒരേ ഒരു ശരി. ഈ സമരം പ്രതിപക്ഷം ഏറ്റെടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ പറഞ്ഞ കുട്ടികൾ ഏറ്റെടുത്തത്. പ്രതിപക്ഷം ഇത് ഏറ്റെടുത്താലും വിജയിക്കാനുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? അല്ല, പ്രതിപക്ഷ ഇപ്പൊ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം ഈ സമരം ഈ പ്രതിഷേധം ഏറ്റെടുക്കുകയാണെന്ന് കരുതുക, വിജയിപ്പിക്കാൻ കഴിയുന്ന ഒന്നായി മാറുമോ? വിജയിപ്പിക്കാൻ ഒരിക്കലും കഴിയില്ല മഞ്ജുഷ്. കാരണം മറ്റൊന്നുമല്ല, ഈ പുതിയ തലമുറയെ ആകർഷിക്കാനുള്ള ഈ സോഫ്റ്റ് പവറിനെ കുറിച്ച് യാതൊരു ധാരണയും കോൺഗ്രസിനും സഖ്യകക്ഷികൾക്കും ഇല്ല. അത് അല്പമെങ്കിലും ധാരണയുള്ളത് BJPക്ക് മാത്രമാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ സമരത്തിന്റെ വിജയത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പാഠം പഠിക്കുന്നത് BJP ആയിരിക്കും. BJP ഓൾറെഡി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ മന്ത്രിസഭാംഗങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് തിരിയുമെന്ന്. അതായത് BJPയെ ഭരണത്തിലേക്ക് കൊണ്ടുവന്ന വാട്സപ്പ് തലമുറയെ ഇൻസ്റ്റാഗ്രാം തലമുറ പൊരുതി തോൽപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. നമ്മൾ കൃത്യമായിട്ട് അതിന്റെ ആ ഒരു ടെർമിനോളജിയിൽ സംസാരിക്കുകയാണെങ്കിൽ വാട്സാപ്പ് തലമുറയെ ഇൻസ്റ്റാഗ്രാം തലമുറ മുട്ടുകുത്തിച്ചു. അതുകൊണ്ടാണ് നരേന്ദ്രമോദി മന്ത്രിമാരോട് ഇൻസ്റ്റാഗ്രാമിലേക്ക് പോകാൻ പറഞ്ഞത്. ഇനി ഈ പാഠം ഒരിക്കലും കോൺഗ്രസ് പഠിക്കില്ല. കോൺഗ്രസ് ഇപ്പോഴും ഒരു 20 വർഷം 25 വർഷം പിന്നിലാണ്. ഈ പാഠം സമാജ്വാദി പാർട്ടി പഠിക്കില്ല, ഈ പാഠം തൃണമൂൽ കോൺഗ്രസ് പഠിക്കില്ല, ഈ പാഠം CPM പഠിക്കില്ല, ഈ പാഠം DMK പഠിക്കില്ല, ഈ പാഠം വിജയുടെ പാർട്ടി പഠിക്കില്ല. കാരണം അവര് 20-25 വർഷം ഒരു പരിധിവരെ വിജയുടെ പാർട്ടിയുടെ വിജയം ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കേട്ടോ. സോറി, ഞാൻ വിജയെ മാറ്റി നിർത്തുന്നു. ബാക്കിയുള്ള മുഴുവൻ ആൾക്കാർ ഇത് പഠിക്കില്ല. പക്ഷെ BJP പഠിക്കും. BJP ഇൻസ്റ്റാഗ്രാം തലമുറ ഇനി എങ്ങനെ കയ്യിലെടുക്കണമെന്ന് മനസ്സിലാക്കും. കോൺഗ്രസ് ഈ കാര്യത്തിൽ സമ്പൂർണ്ണ പരാജയമായിരിക്കും. മനസ്സിലായിട്ടില്ല കോൺഗ്രസിന്റെ സമ്പൂർണ്ണ പരാജയം. നോക്കൂ, ശ്രീ സിബി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു, അത് ഞാൻ മാനിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അങ്ങനെ ഇരുന്നോട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകുന്ന, ധാർഷ്ട്യമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഞങ്ങൾ കണ്ടിട്ടുള്ള 2-3 കാര്യമുണ്ട്. ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങളോട് എനിക്ക് പ്രതികരിക്കേണ്ടതുണ്ട്, അതുകൂടി പറയാം. നോക്കൂ, 2024 ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു രാജി എന്ന് പറയുന്നത് ഈ വിദ്യാഭ്യാസ വകുപ്പിനെ
ഇത്രയേറെ മോശമായ രീതിയിൽ കൈകാര്യം ചെയ്ത ഒരു വിദ്യാഭ്യാസ മന്ത്രി രാജ്യത്തുണ്ടായിട്ടില്ല. അതുമാത്രമല്ല, നമുക്കറിയാം NTA പോലൊരു സംവിധാനത്തിനകത്ത് ആ NTA വന്നത് തന്നെ രാജ്യത്തിന് ഒരു പരീക്ഷ എന്നൊരാശയം മുന്നോട്ട് വെച്ചിട്ടാണ്. ആ NTAയുടെ ഏറ്റവും സുപ്രധാന ചുമതലകളിൽ പോലും അഡീഷണൽ ചുമതലകൾ മാത്രമാണ്. ഒരു വ്യക്തിക്ക് കൃത്യമായി അതിൻ്റെ ചുമതല കൊടുത്ത് അതുമായി മുന്നോട്ട് പോയിട്ടില്ല. 2024 മാത്രം നമ്മൾ മനസ്സിലാക്കേണ്ടത് 5 പ്രധാനപ്പെട്ട പരീക്ഷകളിലാണ് ഈ ചോദ്യപേപ്പർ ലീക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ നമുക്ക് 2024 ഉണ്ടായി. 2018 മുതൽ ആരംഭിച്ചതാണ്. 2018 ഈ വിഷയത്തിൽ ഞങ്ങൾ 2018 തന്നെ നിങ്ങളുടെ കാലത്തും ചോദ്യപേപ്പർ ചോർന്നതും സാധാരണഗതിയിൽ ചോർന്നതും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.